ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർ LDC മെയിൻ എക്സാമിനും ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഇതും കൂടെ പഠിച്ചെടുക്കുക. കാരണം ഏകദേശം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സിലബസ് തന്നെ ആയിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, ഇനി ഈ പറയുന്ന ക്ലാസിന്റെ PDF നോട്ട്സ് എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനൽ എന്ന് പറഞ്ഞാൽ പ്രൊഫസേഴ്സ് PSC ആണ്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അധ്യാപകരോട് തീർച്ചയായിട്ടും ചോദിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അതാണ് പ്രൊഫസേഴ്സ് PSC ചാറ്റ് ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ചാനലിലും നമ്മുടെ ഈ PDF നോട്ട്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് വേൾഡ് ഹിസ്റ്ററി ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം പഠിക്കേണ്ടത് റെവല്യൂഷൻസിനെ പറ്റിയാണ്, അല്ലെ, വിപ്ലവങ്ങളെ പറ്റിയാണ്. ഓക്കെ, അപ്പം ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ ആദ്യകാല വിപ്ലവങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രേരകമായ ഒരു ഘടകമുണ്ട്, അതാണ് റിനേസൻസ്. റിനേസൻസ് എന്ന് പറഞ്ഞാൽ നവോത്ഥാനം. നവോത്ഥാനം. ഓക്കെ, ഈ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കുക. ദ മേജർ ഫാക്ടർ ദാറ്റ് സ്റ്റിമുലേറ്റഡ് ഏർലിയർ റിവല്യൂഷൻ. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ ഒരു പ്രധാന ഘടകം അതാണ് റിനേസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നവോത്ഥാനത്തിന്റെ ഫലമായിട്ട് യൂറോപ്പില് ശാസ്ത്ര രംഗത്ത് കുറെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഭൗതികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു പ്രസ്ഥാനവും രൂപം കൊണ്ടു. അതാണ് എൻലൈറ്റൻമെന്റ്. എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞാൽ ജ്ഞാനോദയ പ്രസ്ഥാനം അല്ലെങ്കിൽ ജ്ഞാനോദയം. ഓക്കെ, ദ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ബോട്ട് അബൌട്ട് ബൈ ദ റിനേസൻസ്. അപ്പൊ നവോത്ഥാനത്തിന്റെ ഫലമായിട്ടാണ് ശാസ്ത്രരംഗത്തുണ്ടായ ഈ കണ്ടുപിടുത്തങ്ങള് ജ്ഞാനോദയ പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ജ്ഞാനോദയ പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്താണ്? അത് 18th സെഞ്ചുറി അല്ലെങ്കിൽ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ജ്ഞാനോദയ പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഈ ജ്ഞാനോദയ പ്രസ്ഥാനം പ്രോത്സാഹിപ്പിച്ച കുറെ ചിന്തകർ ഉണ്ടായിരുന്നു. അവർ കുറെ ആശയങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങളിലേക്ക് എത്തിച്ചു. ദ തിങ്കേഴ്സ് ഓഫ് ദിസ് മൂവ്മെന്റ് propagated the ideas like freedom എന്ന് പറഞ്ഞാല് സ്വാതന്ത്ര്യം, ഡെമോക്രസി, ജനാധിപത്യം, then equality സമത്വം, അതേപോലെ നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താ? ദേശീയത. ഓക്കെ, അപ്പം അവര് ഈ ജ്ഞാനോദയ ചിന്തകര് പ്രചരിപ്പിച്ച പ്രധാന ആശയങ്ങളായിരുന്നു സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയവ. ഓക്കെ, അപ്പൊ ഈ വിപ്ലവങ്ങൾ ഉണ്ടാവുന്ന സമയത്തെല്ലാം നമുക്ക് ഈ ആശയങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ രണ്ട് പോയിന്റുകൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. ഒന്ന്, ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകമാണ് നവോത്ഥാനം എന്നുള്ളത്. 18ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ടതാണ് ജ്ഞാനോദയ പ്രസ്ഥാനം. നവോത്ഥാനത്തിന്റെ ഫലമായിട്ട് യൂറോപ്പിലെ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങൾ മൂലം രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് ജ്ഞാനോദയം എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ വേൾഡ് റെവല്യൂഷനിൽ ആദ്യം പഠിക്കുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം പഠിക്കേണ്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. നമുക്കറിയാം എന്താണ്, പണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ, അമേരിക്ക കണ്ടെത്തിയ വ്യക്തി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്നത് ഹി വാസ് എ സെയിലർ ഓഫ് ദ സ്പാനിഷ് ഗവൺമെന്റ് ഹു റീച്ച്ഡ് അമേരിക്ക ഇൻ ദ ഇയർ 1492. 1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ആദ്യമായി എവിടെ എത്തുന്നത്? അമേരിക്കയില്, വടക്കേ അമേരിക്കയില്, നോർത്ത് അമേരിക്കയിൽ എത്തുന്നത്. ഓക്കെ, വടക്കേ അമേരിക്കയിൽ എത്തി. ഓക്കെ, he called the indigenous people as Indians. അദ്ദേഹം അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ എന്തെന്ന് വിളിച്ചു? ഇന്ത്യൻ എന്ന് വിളിച്ചു. കാരണം എന്താ? ഇന്ത്യയിലെ ജനങ്ങളെന്ന് കരുതിയാണ് കൊളംബസ് എന്ത് ചെയ്തത്? ഇന്ത്യക്കാരെന്ന് അവരെ വിളിച്ചത്. പിൽക്കാലത്ത് ലേറ്റർ they were known as റെഡ് ഇന്ത്യൻസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഓർത്ത് നോക്കാം. ഏതൊക്കെയാണ്? റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്ന ജനത ഏതാണ്? അത് വടക്കേ അമേരിക്കയിലെ ജനതയാണ്. ഓക്കെ, അപ്പം വടക്കേ അമേരിക്കൻ ജനതയാണ് റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുന്ന ജനത.
ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതി കൊളംബസ് ഇന്ത്യക്കാരെന്ന് വിളിച്ച ജനങ്ങളോ അതും വടക്കേ അമേരിക്കൻ ജനതയാണ്. എന്നാണ് സ്പാനിഷ് നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിൽ എത്തുന്നത്? 1492-ലാണ്. ഇതെല്ലാം PSC ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞ ചോദ്യങ്ങളാണ്, അതുകൊണ്ടൊന്ന് കവർ ചെയ്തേക്കും. ഓക്കെ, അടുത്ത നമുക്ക് നോക്കേണ്ടത് അമേരിക്കയിൽ ആദ്യമായിട്ട് പഴയ കോളനികൾ നിർമ്മിച്ചത്, അല്ലെങ്കിൽ അമേരിക്കയിലെ ആദ്യകാല കോളനികൾ എങ്ങനെയാണ് രൂപപ്പെട്ടത് അല്ലെങ്കിൽ നിർമ്മാണം ഉണ്ടായതിനെ പറ്റിയാണ് നമുക്ക് ഇനി അടുത്ത് നോക്കേണ്ടത്. ഓക്കെ, the earlier colonies in America were established by a group of people who exiled to America from the religious persecution of the King of England. അതായത് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന്, റിലീജിയസ് പെർസിക്യൂഷൻ, മതപീഡനത്തെ തുടർന്ന് 17ാം നൂറ്റാണ്ടില് 17th സെഞ്ചുറിയിൽ അമേരിക്കയിലേക്ക് എത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷ് ജനങ്ങളാണ് അവിടെ ആദ്യമായിട്ട് എന്ത് സ്ഥാപിക്കുന്നത്? കോളനികൾ സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പം അവർ വന്ന ആ ഷിപ്പിന്റെ പേരും കൂടെ ഒന്ന് ഓർത്തിരിക്കുക, അതാണ് മെയ്ഫ്ലവർ. ഓക്കെ, അപ്പം ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17ാം നൂറ്റാണ്ടില് മെയ്ഫ്ലവർ എന്ന് പറഞ്ഞ കപ്പലില് ഒരു കൂട്ടം ജനങ്ങൾ എവിടെത്തി? അമേരിക്കയിലെത്തി. അവരാണ് ആദ്യമായി അമേരിക്കയില് പണ്ട് കോളനികൾ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്നത്. അവരറിയപ്പെട്ടിരുന്ന പേരാണ് they were known as പിലിഗ്രിം ഫാദേഴ്സ്. പിലിഗ്രിം ഫാദേഴ്സ് നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? തീർത്ഥാടക പിതാക്കൾ. ഓക്കെ, അപ്പം ഇത്രയും കാര്യം ഒന്ന് കവർ ചെയ്യാം. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17ാം നൂറ്റാണ്ടിൽ മെയ്ഫ്ലവർ എന്ന കപ്പലിലെത്തിയ ഒരു വിഭാഗം ജനങ്ങളാണ് ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്, അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചത്. അവരറിയപ്പെടുന്ന പേരാണ് പിലിഗ്രിം ഫാദേഴ്സ് അല്ലെങ്കിൽ തീർത്ഥാടക പിതാക്കൾ എന്ന്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് 18ാം നൂറ്റാണ്ടില് ഇംഗ്ലണ്ട് നോർത്ത് അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളെ പറ്റിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ചത് 17ാം നൂറ്റാണ്ടില് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് മെയ്ഫ്ലവർ എന്ന് പറഞ്ഞ ഷിപ്പിലെത്തിയ ഒരു കൂട്ടം ആളുകൾ, അവരെ നമ്മൾ എന്തെന്ന് വിളിച്ചു? തീർത്ഥാടക പിതാക്കൾ എന്നൊക്കെ വിളിച്ചു. ഇനി 18ാം നൂറ്റാണ്ടായപ്പോൾ ബൈ ദ എൻഡ് ഓഫ് 18th സെഞ്ചുറി ഇംഗ്ലണ്ട് നോർത്ത് അമേരിക്കയുടെ വടക്കേ അമേരിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റില് കിഴക്കൻ തീരങ്ങളില് 13 കോളനികൾ സ്ഥാപിച്ചു. ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം 13. പെൻസിൽവാനിയ, വിർജീനിയ, ജോർജിയ, നോർത്ത് കരോലീന, സൗത്ത് കരോലീന തുടങ്ങി 13 കോളനികളാണ് ഇംഗ്ലണ്ട് എവിടെ സ്ഥാപിക്കുന്നത്? നോർത്ത് അമേരിക്കയിൽ സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അതെന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 18ാം നൂറ്റാണ്ടില് ഈ വടക്കേ അമേരിക്കയിൽ ഈ ബ്രിട്ടൻ സ്ഥാപിച്ച ഈ കോളനികള് ബ്രിട്ടനെതിരെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരമാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ കോളനികൾ ഇവർ സ്ഥാപിച്ചതിന് ശേഷം ശരിക്കും വാണിജ്യം തന്നെയാണ് ഉദ്ദേശം, ട്രേഡ് തന്നെയാണ് ഉദ്ദേശം. അപ്പൊ ഇങ്ങനെ ഇത് സ്ഥാപിച്ചതിന് ശേഷം അവർ കുറെ പോളിസീസ് കൊണ്ടുവന്നു, കുറെ വാണിജ്യ നയങ്ങൾ കൊണ്ടുവന്നു. ആരാ? ബ്രിട്ടീഷ് മെർച്ചൻസ്. ഓക്കെ, അപ്പം അവിടുത്തെ ബ്രിട്ടീഷ് കച്ചവടക്കാർ എന്ത് ചെയ്തു? ഈ കോളനികൾ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും എല്ലാം ആയിട്ട് കുറെ നയങ്ങൾ, പോളിസീസ് അവർ കൊണ്ടുവന്നു. ആരുടെ ഹെൽപ്പോട് കൂടിയാ? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ ഹെൽപ്പോട് കൂടി. സോ ദ പോളിസീസ് implemented by the British merchants with the help of their motherland in the American colonies is known as mercantilism. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെർക്കന്റലിസം. അപ്പൊ മെർക്കന്റലിസം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ ഹെൽപ്പോട് കൂടി കച്ചവടക്കാര് അമേരിക്കൻ കോളനീസിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ്. ഓക്കെ, അതായത് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കണം? അത് ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ ഈ പറയുന്ന സാധനങ്ങൾ, ഏതൊക്കെ? ഷുഗർ, അതേപോലെ വൂള്, കമ്പിളി, ദെൻ കോട്ടൺ, ഇതെല്ലാം എങ്ങോട്ട് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങള് ടീ, ഗ്ലാസ്, പേപ്പർ, ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന് എന്ത് കൊടുക്കണം? ഹ്യൂജ് ടാക്സ് കൊടുക്കണം, ഹെവി ആയിട്ട് ടാക്സ് അടയ്ക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ടാക്സ് ഒരുപാട് കൂടി വന്നപ്പോഴത്തേക്ക് ജനങ്ങൾ എന്ത് ചെയ്തു? പ്രതിഷേധങ്ങൾ ചെയ്തു തുടങ്ങി. അത്തരത്തിൽ നമുക്ക് പഠിക്കേണ്ട സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഓക്കെ, അതായത് ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയ്ക്ക് മേല് എന്ത് ചെയ്തു? ഉയർന്ന നികുതി ചുമത്താൻ തുടങ്ങി. അങ്ങനെ
On 16th December 1773, 1773 ഡിസംബർ 16-ന് a group of people disguised as Red Indians, റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ഒരു കൂട്ടം ജനങ്ങൾ അവരെന്ത് ചെയ്തു? ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ നിന്നും 342 പെട്ടി തേയില എടുത്ത് നേരെ കടലിലേക്ക് എറിഞ്ഞു. ഈ സംഭവമാണ് എന്തെന്നറിയപ്പെട്ടത്? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെട്ടത്. ഓക്കെ, അതായത് ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയ്ക്ക് മേലെ ചുമത്തിയ നികുതി അതില് പ്രതിഷേധം ഉയർത്തി അവരെന്ത് ചെയ്തു? റെഡ് ഇന്ത്യൻസിന്റെ വേഷം ധരിച്ചു വന്ന ഒരു കൂട്ടം ജനങ്ങള് ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ നിന്നും 342 പെട്ടിയോളം തേയില എടുത്ത് നേരെ കടലിലേക്ക് കളഞ്ഞു. ഇത് നടന്നത് ഡിസംബർ 16, 1773 ആണ്. ഈ സംഭവമാണ് എന്തായിട്ട് പറയുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, എന്താണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി? ഏതാണ് അത്? അമേരിക്കൻ വിപ്ലവം അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്ലോഗൻസും അതേപോലെ കുറച്ച് ഉദ്ധരണികളാണ്. അതിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടത്, അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് ആദ്യത്തെ പോയിന്റ് അതിന്റെ സ്ലോഗൻ മുദ്രാവാക്യമാണ്. മുദ്രാവാക്യം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം അതാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയ വ്യക്തിയാണ് ജെയിംസ് ഓട്ടിസ്. ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം അല്ലെങ്കിൽ സ്ലോഗൻ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയ വ്യക്തി ജെയിംസ് ഓട്ടിസ്. ജെയിംസ് ഓട്ടിസ്. ഓക്കെ, അടുത്തത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഈ പറഞ്ഞത്. സ്ലോഗൻ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റൻ ആണ്, ഇനിയും ചോദിക്കും. അടുത്ത ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഒരു ഉദ്ധരണിയാണ്. Everyone has some fundamental rights. No government has the right to suspend them. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ്? വിഇഒയ്ക്ക് ചോദിച്ച ക്വസ്റ്റൻ ആണ്. 2019 നടന്ന തിരുവനന്തപുരം കോഴിക്കോട് ജില്ലാ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ചോദ്യമാണിത്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ജോൺ ലോക്കിന്റെ വാക്കുകളാണ്. ജോൺ ലോക്ക്. Okay, everyone has some fundamental rights. No government has the right to suspend them എന്നുള്ളത്. ഓക്കെ, അടുത്ത നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തിയാണ് തോമസ് പെയിൻ. തോമസ് പെയിൻ, ഇദ്ദേഹത്തിന് നമ്മൾ പിന്നീടും ഈ പേര് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാക്കുകളാണിത്. There is something absurd in supposing a continent be perpetually governed by a foreign power. ഏതെങ്കിലും വിദേശ ശക്തിക്ക്, ഇവിടെ വിദേശ ശക്തി എന്ന് ഉദ്ദേശിക്കുന്ന ഏതാണ്? ഇംഗ്ലണ്ടാണ്. ഓക്കെ, അപ്പൊ ഇംഗ്ലണ്ടിന് ഈ വൻകര വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? തോമസ് പെയിൻ ആണ്. ഓക്കെ, അതായത് ഇംഗ്ലണ്ടിന്റെ കീഴിൽ ദീർഘകാലം വടക്കേ അമേരിക്ക ഇങ്ങനെ കീഴടങ്ങി കിടക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി തോമസ് പെയിൻ. There is something absurd in supposing a continent be perpetually governed by a foreign power. ആരുടെ പ്രസിദ്ധമായ വാചകമാണ്? തോമസ് പെയിന്റെ പ്രസിദ്ധമായ വാചകമാണ്. ഓക്കെ, ഇതൊക്കെ ഓർത്തോണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായി പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കേണ്ടത് കോണ്ടിനെന്റൽ കോൺഗ്രസിനെ പറ്റിയാണ്. കോണ്ടിനെന്റൽ സമ്മേളനത്തെ പറ്റിയാണ് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ കോണ്ടിനെന്റൽ സമ്മേളനം എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ഇംഗ്ലണ്ട്, മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ട് കുറെ നയങ്ങളും നിയമങ്ങളും കൊണ്ടുവന്നു. അപ്പൊ അതിനെതിരെ പ്രതികരിക്കാനായിട്ട് എന്ത് ചെയ്തു? ഈ കോളനികളിൽ നിന്നും കുറെ ഡെലിഗേറ്റ്സ്, പ്രതിനിധികൾ, കോളനികളുടെ പ്രതിനിധികൾ എന്ത് ചെയ്തു? ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ 2 കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ് നടന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിനെ പറ്റി നോക്കാം. ഓക്കെ, 1774 ആദ്യ കോണ്ടിനെന്റൽ കോൺഗ്രസ് വിളിച്ചു കൂട്ടുന്നത്. ദ ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ കോളനീസ് എക്സെപ്റ്റ് ജോർജിയ. അപ്പൊ ആദ്യ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ ആര് പങ്കെടുത്തിട്ടില്ല? ജോർജിയ എന്ന് പറഞ്ഞ കോളനി ഒഴിച്ച് ബാക്കി എല്ലാവരുമേ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പൊ പങ്കെടുക്കാത്തത് ജോർജിയയാണ്. ദേ മെറ്റ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1774. 1774 ഫിലാഡൽഫിയയിലാണ് അവർ മീറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ പോളിസീസ് ആൻഡ് ദ റൂൾസ് ഇമ്പോസ്ഡ് ബൈ ഇംഗ്ലണ്ട്.
ഓക്കെ, അപ്പൊ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായിരുന്നു ഇങ്ങനെ ഒരു സമ്മേളനം കോളനികളുടെ പ്രതിനിധികള് വിളിച്ചു കൂട്ടുന്നത്. ആ വിളിച്ചു കൂട്ടിയ സമ്മേളനത്തില് പങ്കെടുക്കാത്ത ഏക കോളനി ഏതാണ്? അതാണ് ജോർജിയ. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പൊ ജോർജിയ പങ്കെടുത്തില്ല ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ. ഇവർ എവിടെയാണ് മീറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ മീറ്റിംഗ് പ്ലേസ് ആണ് നമുക്ക് പറയാം ഫിലാഡൽഫിയ, വർഷം 1774. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എവിടെ നടന്നു? അതും ഫിലാഡൽഫിയയിൽ തൊട്ടടുത്ത വർഷം 1775. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ഈ സമ്മേളനങ്ങൾ നടന്നത് ഫിലാഡൽഫിയയിലാണ്. അടുത്തടുത്ത വർഷങ്ങളിലാണ് 1774-ലും 1775-ലും. ഈ രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനം they elected George Washington as the commander in chief of the Continental Army. കോണ്ടിനെന്റൽ ആർമിയുടെ തലവനായി ആരെ തിരഞ്ഞെടുത്തു? ജോർജ് വാഷിംഗ്ടണിനെ തിരഞ്ഞെടുത്തു. അപ്പൊ ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെന്റൽ ആർമിയുടെ തലവനായി തിരഞ്ഞെടുത്ത സമ്മേളനം ഏതാണ്? അത് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ്. അത് ഫിലാഡൽഫിയയിൽ തന്നെയാണ് നടന്നത്, വർഷം 1775. അപ്പൊ ഈ സമയത്ത് ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തി കൂടെ ഉണ്ട്, തോമസ് പെയിൻ. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഏതാണ്? ഏതെങ്കിലും വിദേശ ശക്തിക്ക് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ വ്യക്തി. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ലഘുലേഖ എഴുതി. അതാണ് പാംഫ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പാംഫ്ലെറ്റില് അതിന്റെ ടൈറ്റിൽ ആണ് കോമൺ സെൻസ്. അതിലൂടെ അങ്ങ് ഡിക്ലെയർ ചെയ്തു എന്താ? ഇറ്റ് വാസ് വൈസ് ഫോർ ദ അമേരിക്കൻ ടു ബ്രേക്ക് ദ ടൈ വിത്ത് ബ്രിട്ടൻ. ഓക്കെ, ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്നങ്ങ് പ്രഖ്യാപിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതായത് ഈ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സമയത്ത് തന്നെ, ആ സമയത്ത് ഒരു ലഘുലേഖയിലൂടെ, അതാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ തോമസ് പെയിൻ ഡിക്ലെയർ ചെയ്തത് എന്താണ്? ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുന്നതാണ് ആരെ? അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തി. ഇറ്റ് വാസ് വൈസ് ഫോർ ദ അമേരിക്കൻ ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ടത് എന്താ? കോമൺ സെൻസ് എന്ന ലഘുലേഖ എഴുതിയത് ആരാണ്? തോമസ് പെയിൻ. ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ച വ്യക്തി അതും ആര് തന്നെ? തോമസ് പെയിൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് പറയേണ്ടത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ പറ്റിയാണ്. ഓക്കെ, the American Continental Congress issued the famous Declaration of Independence. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. എന്നാണ് നടത്തിയത്? ജൂലൈ 4, 1776. ഓക്കെ, അപ്പൊ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എന്നാണ്? ജൂലൈ 4, 1776. ഇവിടെ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഈ ഡിക്ലറേഷൻ പ്രിപ്പയർ ചെയ്ത ആരാണ്? എഴുതി തയ്യാറാക്കിയത് ആരാണ്? This declaration was prepared by Thomas Jefferson and Benjamin Franklin. ഓക്കെ, അപ്പൊ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഒരു ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അത് ജൂലൈ 4, 1776 അത് എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അതേപോലെ അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധങ്ങളൊക്കെ അങ്ങ് അവസാനിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ഈ 13 കോളനിയുടെയും സ്വാതന്ത്ര്യം ആരംഗീകരിച്ചു? ഇംഗ്ലണ്ട് അംഗീകരിച്ചു. അതാണ് ട്രീറ്റി ഓഫ് പാരീസ് അല്ലെങ്കിൽ പാരീസ് ഉടമ്പടി. ഇത് വളരെ ഫേമസ് ആണ്. ട്രീറ്റി ഓഫ് പാരീസ് 1783. ഓക്കെ, ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. ഇംഗ്ലണ്ട് 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടി പാരീസ് ഉടമ്പടി നടന്നത് എന്നാന്ന് ചോദിച്ചാൽ 1783 എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതിനുശേഷം എന്ത് സംഭവിക്കൂ? അമേരിക്കയിലെ ഒരു ഭരണഘടനാ സമ്മേളനം നടന്നു, ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ. അതെവിടെ? ഇൻ ഫിലാഡൽഫിയ. ഓക്കെ, അപ്പൊ മിക്കവാറും ഉള്ള സമ്മേളനങ്ങൾ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് നടന്നേക്കുന്ന സമ്മേളനങ്ങൾ മിക്കവാറും നമുക്ക് ഏത് തന്നെ ഉറപ്പിക്കാം? ഫിലാഡൽഫിയ എന്ന് തന്നെ എഴുതി വെക്കാം. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷന്റെ കേസും എവിടെ തന്നെ? ഫിലാഡൽഫിയ, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജെയിംസ് മാഡിസൺ.
ജെയിംസ് മാഡിസൺ. അപ്പൊ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി, PSC യുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, ജെയിംസ് മാഡിസൺ, ഹു ഫ്രെയിംഡ് ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ നടന്നത്, അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലം എവിടെയാണ്? അത് ഫിലാഡൽഫിയയാണ്. ആരുടെ നേതൃത്വത്തിലാണ്? ജെയിംസ് മാഡിസൺ. ജെയിംസ് മാഡിസൺ. ഇതോടുകൂടി ഈ കോൺസ്റ്റിറ്റ്യൂഷനും ആയല്ലോ. ഇനിയോ ജോർജ് become the first president of United States of America. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ആര് തെരഞ്ഞെടുക്കപ്പെട്ടു? ജോർജ് വാഷിംഗ്ടൺ തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം നടന്നത് ഫിലാഡൽഫിയ. ഫിലാഡൽഫിയ. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ജെയിംസ് മാഡിസൺ. പാരീസ് ഉടമ്പടി നടന്ന വർഷം 1783. ഇംഗ്ലണ്ട് 13 കോളനിയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടിയാണ് ഏത്? പാരീസ് ഉടമ്പടി. ഓക്കെ, ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇനി അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി രണ്ട് കാര്യങ്ങളോട് പഠിച്ചിരിക്കുക. ഒന്ന്, ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെ? ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഏത്? അമേരിക്കയുടെ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ഇമ്പോർട്ടൻസ് ആണ് ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം. ഫെഡറൽ സിസ്റ്റം അതായത് ഓരോ സ്റ്റേറ്റിനും, സംസ്ഥാനങ്ങൾക്കും സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം. ഈ ആശയം ലോകത്തിന് നൽകിയത് അമേരിക്കയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന, അതേപോലെ തന്നെ ഫെഡറൽ രാഷ്ട്രം. എന്താ? ഓരോ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം. ഫെഡറൽ രാഷ്ട്രം അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം. ഈ ആശയം ലോകത്തിന് നൽകിയത് ആരാണ്? അമേരിക്കയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെടുത്തി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തി ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഫ്രഞ്ച് റവല്യൂഷനെ പറ്റിയാണ്. PSC ഏറ്റവും കൂടുതൽ ഈ റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്ന ചോദ്യം ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. നടന്ന വർഷം ഓർത്തിരിക്കുക, 1789. അറിയപ്പെടുന്നത് വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഓർത്തിരിക്കേണ്ടത് വേഴ്സായി കൊട്ടാരത്തെ പറ്റിയാണ്. വേഴ്സായി പാലസ്. ഇപ്പൊ നമ്മൾ വെർസൈലിയസ് പാലസ് എന്ന് എഴുതിയേക്കുന്നത് നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ്? വേഴ്സായി പാലസ് എന്നാണ്. വേഴ്സായി പാലസ് അല്ലെങ്കിൽ വേഴ്സായി കൊട്ടാരം. ഓക്കെ, 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ പ്രധാന അധികാര കേന്ദ്രമായിരുന്നു എന്ത്? വേഴ്സായി കൊട്ടാരം. അപ്പൊ ഈ കൊട്ടാരത്തിൽ എന്തുണ്ടാവും? രാജാക്കന്മാരുണ്ടാവും. അപ്പൊ ഈ രാജാക്കന്മാരുടെ ഭരണരീതി എങ്ങനെയായിരിക്കും? തീർച്ചയായും ഏകാധിപത്യ രീതിയാണ്. അപ്പൊ ഈ ഏകാധിപത്യ ഭരണത്തിനെതിരെ, അതേപോലെ ഉപരിവർഗ ജന്മത്വത്തിന്റെ എതിരെ 18-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു രാഷ്ട്രീയ വിപ്ലവം എന്ന് വേണമെങ്കിൽ നമുക്ക് ഏതിനെ പറയാം? കലാപം അല്ലെങ്കിൽ വിപ്ലവം എന്ന് വേണമെങ്കിൽ ഏതിനെ പറയാം? ഫ്രഞ്ച് റവല്യൂഷനെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിനെ പറ്റി പറയാം. ഓക്കെ, അപ്പം ഈ രാജാക്കന്മാരുടെ പൊതുവേ ഉള്ള ഭരണരീതി ഏകാധിപത്യ ഭരണരീതിയാണ്. അപ്പൊ അത് മനസ്സിലാക്കി തരാനായിട്ട്, അല്ലെങ്കിൽ അത് എന്താണെന്ന് പറയാനായിട്ട്, അവരുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു 3 ഇമ്പോർട്ടന്റ് ഉദ്ധരണികൾ പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാം. ഐ ആം ദ സ്റ്റേറ്റ്. ഞാനാണ് രാഷ്ട്രം. ഗോഡ് ഹാസ് ഗിവൺ അബ്സല്യൂട്ട് പവർ ടു ദ കിങ് ഓവർ ഹിസ് സബ്ജക്ട്സ്. രാജാവിന്റെ അധികാരങ്ങളൊക്കെ ദൈവം നൽകിയതാണ്. ആൻഡ് ഓൺലി ഗോഡ് ഹാസ് ദ അതോറിറ്റി ടു ക്വസ്റ്റ്യൻ ഹിം. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ടത് ലൂയി 14 നോക്കിക്കേ, ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ഞാനാണ്. രാജാവിന്റെ അധികാരമൊക്കെ എനിക്ക് ദൈവം തന്നതാണ്. അതുകൊണ്ട് എന്നെ ആര് ചോദ്യം ചെയ്യാൻ പാടില്ല? മറ്റാരും ചോദ്യം ചെയ്യാൻ പാടില്ല. ദൈവം മാത്രമേ അതിന് ചോദ്യം ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഒരു രാജാവിന്റെ കാഴ്ചപ്പാടാണ് ലൂയി 14. അടുത്തത് ആഫ്റ്റർ മീ ദ ഡെലൂ. ലൂയി 15 കാഴ്ചപ്പാടാണ്. എനിക്ക് ശേഷം പ്രളയമായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ട ഭരണാധികാരിയാണ് ലൂയി 15. അതേപോലെ ഓർത്തിരിക്കേണ്ടതാണ്, ഇഫ് ദേ കാൺട്ട് ഈറ്റ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് കേക്ക്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നൂടെ എന്ന്. അതായത് ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ ഒന്നും അറിയുന്നില്ല. ആ സമയത്ത് പറഞ്ഞ ഒരു വാചകമാണ്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നൂടെ എന്ന്. ഇത് പറഞ്ഞത് മേരി ആന്റോയിനറ്റ്. ഇത് ലൂയി 16 ഭാര്യയാണ് മേരി ആന്റോയിനറ്റ്.
ലൂയി 16 ആരാണ്? ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിന്റെ ചക്രവർത്തിയായിരുന്നു ആര്? ലൂയി 16. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന കോട്ടുകളൊക്കെ കാണുമ്പോൾ തന്നെ, ഈ പറയുന്ന ഉദ്ധരണികൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഏത് രീതിയിലായിരുന്നു അവർ ജനങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ ഈ ഏകാധി ഭരണത്തിനെതിരെയും അവിടുത്തെ ജന്മിത്വത്തിനെതിരെയും അതേപോലെ തന്നെ ടോപ്പും ബോട്ടം ലെവലിലുള്ള ആളുകൾക്കിടയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച ഒരു കലാപമാണ് നമുക്ക് എന്തെന്ന് പറയാം? ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവങ്ങളുടെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഫ്രഞ്ച് റവല്യൂഷൻ. ഇനി ഈ ഫ്രഞ്ച് റവല്യൂഷനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് ആദ്യം ഫ്രഞ്ച് സമൂഹത്തിനെ പറ്റി പഠിക്കണം. ഫ്രഞ്ച് സൊസൈറ്റി അല്ലെങ്കിൽ ഫ്രഞ്ച് എന്താണ്? സമൂഹം. ഫ്രഞ്ച് സമൂഹം. ഈ ഫ്രഞ്ച് സമൂഹത്തിനെ അവർ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആൻഡ് ദേ വെർ കോൾഡ് ആസ് എസ്റ്റേറ്റ്സ്. ഈ ഫ്രഞ്ച് സമൂഹത്തിനെ 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. അത് എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്? എസ്റ്റേറ്റുകളായിട്ട്. അതിലെ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്ലെർഗി, അതായത് പുരോഹിതന്മാർ. സമൂഹത്തില് ഉന്നത സ്ഥാനം വഹിക്കുന്നവർ പുരോഹിതന്മാർ. ഓക്കെ, എല്ലാ ടാക്സിൽ നിന്നും ഇവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ്, മിലിറ്ററി പൊസിഷൻ, അതിന്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഉയർന്ന പൊസിഷനിലുള്ളവർ പുരോഹിതന്മാർ. അവരാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അവരെന്ത് ചെയ്തിരുന്നു? ഫാർമേഴ്സിൽ നിന്നും തിഥെ എന്ന് പറഞ്ഞൊരു ടാക്സ് കളക്ട് ചെയ്തിരുന്നു. ഇത് ഓർത്തിരിക്കുക, ഈ പോയിന്റ് പഠിക്കാതെ പോകരുത്. തിഥെ എന്താണ്? തിഥെ എന്ന് പറയുന്നത് കർഷകരിൽ നിന്നും കളക്ട് ചെയ്തിരുന്ന ഒരു തരം ടാക്സ് ആണ്. ഇത് കളക്ട് ചെയ്തിരുന്നത് ഫ്രഞ്ചിലെ ഏത് എസ്റ്റേറ്റിൽ പെടുന്ന ആളുകളാണ്? ഫസ്റ്റ് എസ്റ്റേറ്റിൽ പെടുന്ന ആളുകളാണ്. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് സെക്കൻഡ് എസ്റ്റേറ്റ്, അതാണ് നൊബിലിറ്റി അല്ലെങ്കിൽ നോബിൾ പീപ്പിള്, പ്രഭുക്കന്മാരാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ലക്ഷൂറിയസ് ലൈഫ് വഹിച്ചിരുന്ന ഫ്രഞ്ച് സൊസൈറ്റി അല്ലെങ്കിൽ ഫ്രഞ്ച് സമൂഹത്തിൽ പെടുന്ന ആളുകളാണ്. ഓക്കെ, ഇവരെന്ത് ചെയ്തിരുന്നു? മിലിറ്ററി സർവീസിലാണ് കൂടുതലായിട്ടും ജോബ് ചെയ്തിരുന്നത്. ഓക്കെ, അതേപോലെ ഫസ്റ്റ് എസ്റ്റേറ്റ് പോലെ തന്നെ ടാക്സിൽ നിന്നും ഒഴിവാക്കപ്പെട്ട രണ്ടാമത്തെ എസ്റ്റേറ്റ് ആണ് ഏത്? സെക്കൻഡ് എസ്റ്റേറ്റ് അല്ലെങ്കിൽ നോബിൾ പീപ്പിൾ അല്ലെങ്കിൽ നൊബിലിറ്റി എന്ന് പറയുന്നത്, പ്രഭുക്കന്മാർ. ഇനി ഏറ്റവും താഴേക്കിടയിലുള്ള ഗ്രൂപ്പാണ് തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാ? ഒന്ന്, മിഡിൽ ക്ലാസ് പീപ്പിളിനകത്ത് വരുന്ന ട്രേഡേഴ്സ്, കച്ചവടക്കാർ, റൈറ്റേഴ്സ്, എഴുത്തുകാർ, ലോയേഴ്സ്, അഭിഭാഷകർ, ഒഫീഷ്യൽ, ഉദ്യോഗസ്ഥർ, ടീച്ചേഴ്സ്, അധ്യാപകർ, അതേപോലെ തന്നെ ബാങ്കർമാർ, അതായത് മധ്യവർഗത്തിൽ പെടുന്ന ആളുകൾ. പിന്നെ കൃഷിക്കാരും, അതേപോലെ ക്രാഫ്റ്റ്സ്മെൻ എന്ന് പറഞ്ഞാൽ കൈത്തൊഴിലുകാർ, ചെറിയ ചെറിയ തൊഴിലുകൾ എടുത്ത് ജീവിക്കുന്ന ആളുകൾ, കൈത്തൊഴിലുകാർ. ഓക്കെ, ഇവരുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ്? സമൂഹത്തിലെ ഏറ്റവും ലോ സ്റ്റാറ്റസ് ആണ്, ലോ സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. അതേപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും, ആർക്കൊക്കെ? ക്ലർജി അല്ലെങ്കിൽ നോബിലിറ്റി, പുരോഹിതന്മാര്, പ്രഭുക്കന്മാർ ഇറങ്ങുന്ന ആ ഒരു സമൂഹത്തിന് ടാക്സ് കൊടുക്കുകയും വേണം. അപ്പൊ ഇവിടെ ഒരു ടാക്സിനെ പറ്റി പഠിക്കണം, അതാണ് തേയില അല്ലെങ്കിൽ തേയില എന്ന് പറയാം. ഓക്കെ, തേയില, ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ ടാക്സ് ആണ്. ഓക്കെ, അപ്പൊ തേയില എന്ന ഭൂനികുതി സർക്കാരിന് നൽകിയിരുന്ന സമൂഹം ഏതാണ്? അത് തേർഡ് എസ്റ്റേറ്റ് ആണ്. ഇവരിൽ നിന്നും, ഫാർമേഴ്സിൽ നിന്നും ഫസ്റ്റ് എസ്റ്റേറ്റ് കളക്ട് ചെയ്തിരുന്നതാണ് ഏത്? തിഥെ എന്ന് പറഞ്ഞ ടാക്സ്. അപ്പൊ ഈ തിഥയും തേയിലയും രണ്ടും ടാക്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. തിഥെ ഫസ്റ്റ് എസ്റ്റേറ്റ് ആരിൽ നിന്നും കളക്ട് ചെയ്തിരുന്നു? ഫാർമേഴ്സിൽ നിന്നും കളക്ട് ചെയ്തിരുന്നു. കർഷകരിൽ നിന്നും തിഥെ എന്ന നികുതി പിരിച്ചിരുന്നത് ഫസ്റ്റ് എസ്റ്റേറ്റ്, ഒന്നാം എസ്റ്റേറ്റിലെ ആളുകളാണ്. തൈല എന്ന ഭൂനികുതി സർക്കാരിന് നൽകിയിരുന്നത് മൂന്നാം എസ്റ്റേറ്റ് ആണ്. അപ്പൊ തിഥയും തൈലയും പറ്റി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കേണ്ടത് സ്റ്റേറ്റ്സ് ജനറലിനെ പറ്റിയിട്ടാണ്. സ്റ്റേറ്റ്സ് ജനറൽ എന്താണ് ഈ സ്റ്റേറ്റ്സ് ജനറൽ എന്ന് പറയുന്നത്? ഇത് ഒരു ജനപ്രതിനിധി സഭയാണ് എന്തെന്ന് പറയുന്നത്? ഈ സ്റ്റേറ്റ്സ് ജനറൽ. ഓക്കെ, അപ്പം ജനങ്ങളുടെ മേല് പുതിയ നികുതികൾ ചുമത്തുന്നതിനായിട്ട് ലൂയി 16 ഒരു എന്ത് ചെയ്തു? ജനപ്രതിനിധി സഭയെ വിളിച്ചു ചേർത്തു. ആ വർഷമാണ് 1789. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മൾ ഇനി പറയാൻ പോകുന്ന ഈ വിപ്ലവത്തിലേക്ക് നയിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇതിന് പാരലായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ടാക്സ് ഈ പറയുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മേൽ കൊടുക്കാനായിട്ട്, അതേപോലെ ജനങ്ങളെ ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ആളുകളെ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ്, മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെട്ടിരുന്ന പേരാണ് കോമണേഴ്സ് അല്ലെങ്കിൽ കോമൺസ്. ഓക്കെ, അപ്പം അവർക്ക്
പിന്നെ പുതിയ ടാക്സ് അടിച്ചേൽപ്പിക്കാനായിട്ട് ലൂയി പതിനാറാമനെ പറ്റി നമ്മൾ പറഞ്ഞു. ഫ്രാൻസിലെ ആ സമയത്തെ ചക്രവർത്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ സ്റ്റേറ്റ്സ് ജനറൽ ജനപ്രതിനിധി സഭ വിളിച്ചുകൂട്ടി. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ടാക്സ് അടച്ചു കൂട്ടാനായിട്ട്. ഏത് വർഷം? 1789. അപ്പൊ ടാക്സ് കൂട്ടാനായിട്ട്. അപ്പൊ ഈ സ്റ്റേറ്റ് ജനറൽ സംഖ്യയിൽ ഈ ഫസ്റ്റ് എസ്റ്റേറ്റിൽ ഏകദേശം, അതായത് ഒന്നാമത്തെ ഫ്രഞ്ച് സമൂഹത്തിൽ 285 അംഗങ്ങളും രണ്ടാമത്തെ എസ്റ്റേറ്റിൽ 308 അംഗങ്ങളും അതേപോലെ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ 621 അംഗങ്ങളുമാണ്. 621 അംഗങ്ങളുമാണ് ഉള്ളത് ടോട്ടൽ. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്ന് ഈ ആദ്യത്തെ 2 കാറ്റഗറി പറഞ്ഞു. അതായത് ഈ അംഗങ്ങൾക്കല്ല, ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട്. അപ്പൊ എപ്പോഴും ഒന്നാമത്തെ രണ്ടാമത്തെയും എസ്റ്റേറ്റ് ഒരുമിച്ചിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്താവും? പിന്തള്ളപ്പെടും. അപ്പൊ ഇവരുടെ ആവശ്യങ്ങളൊന്നും നിൽക്കത്തില്ല. ഇപ്പം ലൂയി 16 ഇത് വിളിച്ചുകൂട്ടി എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയ ടാക്സ് ഇവർക്ക്, ഈ പറയുന്ന കോമൺസിന് പുതിയ ടാക്സ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ജനപ്രതിനിധി സഭയെ വിളിച്ചു കൂട്ടുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ജനറലിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? വിളിച്ചു കൂട്ടുന്നത്. ഓക്കെ, അപ്പം അതിൽ ആദ്യത്തെ 2 സമൂഹവും പറഞ്ഞത് ഒരു സമൂഹത്തിന് ഒരു വോട്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ അത് ആരെതിർത്തു? മൂന്നാമത്തെ എസ്റ്റേറ്റ് എതിർത്തു. അതായത് 3 എസ്റ്റേറ്റുകളിലെയും അംഗങ്ങൾക്ക് ഓരോ വോട്ട് വേണമെന്നാണ് അവർ വാദിച്ചത്. അതായത് ഫസ്റ്റ് എസ്റ്റേറ്റിലെ 285 അംഗങ്ങൾ, സെക്കൻഡ് എസ്റ്റേറ്റിലെ 308 അംഗങ്ങൾ, അതേപോലെ തേർഡ് എസ്റ്റേറ്റിലെ 621. ഈ ഓരോ അംഗങ്ങൾക്ക് ഓരോ വോട്ട്, ആ വോട്ട് ഇട്ട് എന്ത് ചെയ്യുക? ഇതിനെപ്പറ്റി ഡിസിഷൻ എടുക്കണമെന്ന് തീരുമാനമായി. അപ്പൊ അത് എന്ത് ചെയ്തു? അത് അവര് അതിനെ ചൊല്ലി എന്താ പറ്റി? നല്ല രീതിയിൽ തർക്കം ഉണ്ടാവുകയും അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തില്ല. ഓക്കെ, അപ്പൊ അതിനെ ചൊല്ലി എന്തുണ്ടായി? തർക്കം ഉണ്ടായി. അതായത് വോട്ട് ചെയ്യുന്നതിലെ തർക്കം എന്ത് ചെയ്തു? അത് നല്ല രീതിയിൽ തുടർന്നു. ആ സമയത്ത് തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്തു? ദേ ഡിക്ലെയർഡ് ദംസെൽസ് ആസ് ദ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ ഈ തർക്കം നിലനിൽക്കുന്ന സമയത്ത് മൂന്നാമത്തെ എസ്റ്റേറ്റ് അല്ലെങ്കിൽ കോമൺസ് എന്ന് വിളിക്കുന്നവര് അവരെന്ത് ചെയ്തു? അവരെ തന്നെ ഡിക്ലെയർ ചെയ്തു ദേ വേർ ദ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ്, ഫ്രാൻസിന്റെ നാഷണൽ അസംബ്ലി എന്ന് പറയുകയും തൊട്ടടുത്ത് കണ്ട ഒരു ടെന്നീസ് കോർട്ടിലേക്ക് ദേ അസംബിൾഡ് ഇൻ ദ ടെന്നീസ് കോർട്ട് നിയർ ബൈ ആൻഡ് സ്വോർ നോട്ട് ടു ലീവ് അണ്ടിൽ ദേ ഹാഡ് ഫ്രെയിംഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിന് ഒരു ഭരണഘടന കിട്ടാതെ അല്ലെങ്കിൽ ഭരണഘടന ഫ്രെയിം ചെയ്യാതെ അവരവിടെ വിട്ടുപോകില്ല എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ എന്താണ് ശരിക്കും സംഭവിച്ചത്? മൂന്നാമത്തെ എസ്റ്റേറ്റ് നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ് ആയിട്ട് സ്വന്തമായിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്യുകയും അതേപോലെ തൊട്ടടുത്ത് കാണപ്പെടുന്ന ഒരു ടെന്നീസ് കോർട്ടിൽ എന്ത് ചെയ്യും? അവർ ഒത്തുകൂടി. അതിനുശേഷം അവരൊരു തീരുമാനം എടുത്തു. എന്താണ്? ഫ്രാൻസിന് പുതിയ ഒരു ഭരണഘടന ഫ്രെയിം ചെയ്യാതെ അവർ ആ ടെന്നീസ് കോർട്ട് വിട്ടുപോകില്ല, എന്നിട്ടേ അവർ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഈ സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെട്ടത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1789 ജൂൺ മാസം 20-ാം തീയതിയാണ് എന്ന ഫാക്ടും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ് എന്ന് ഡിക്ലെയർ ചെയ്ത സമൂഹം, അത് തേർഡ് എസ്റ്റേറ്റ് കോമൺസ് എന്ന് വിളിക്കുന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1789 ജൂൺ 20-നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. പിന്നെ ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഫ്രാൻസിലെ ചക്രവർത്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ലൂയി 16 ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് ഓർക്കേണ്ടത്. ഡേറ്റ്, മന്ത്, ഇയർ പഠിക്കണം. ആദ്യത്തത് ജൂലൈ 14, 1789. Okay, the revolutionaries stormed with the slogan liberty, equality and fraternity. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ലിബർട്ടി, സ്വാതന്ത്ര്യം, സമത്വം, അതേപോലെ സാഹോദര്യം. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ലോഗനുമായിട്ട് റെവല്യൂഷണറീസ് അല്ലെങ്കിൽ വിപ്ലവകാരികള് ഒരു ജയിൽ അങ്ങ് തകർത്തു. They demolished a prison that is called a Bastille prison. ഈ ബാസ്റ്റിൽ പ്രിസണെ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ സിംബൽ ഓഫ് ബോർബൺ മൊണാർക്കി. ബൂർബൺ രാജവംശത്തിന്റെ ഒരു എന്താ പറയുന്നത്, ബൂർബൺ രാജാക്കന്മാരുടെ ഒരു പ്രതീകമായിട്ട്, രാജവാഴ്ചയുടെ പ്രതീകമായിട്ട് കൺസിഡർ ചെയ്തിരുന്ന ജയിലാണ് ഏത്? ബാസ്റ്റിൻ പ്രിസൺ അല്ലെങ്കിൽ ബാസ്റ്റിൽ പ്രിസൺ എന്ന് പറയുന്നത്. ഇത് തകർത്തു.
ഏത് സ്ലോഗൻ പറഞ്ഞുകൊണ്ടാണ്? സ്വാതന്ത്ര്യം, സമത്വം, ഫ്രറ്റേണിറ്റി, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്നുള്ളൊരു സ്ലോഗൻ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്തു. ഈ ഇവന്റിനെ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ കമൻസ്മെന്റ് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷന്റെ ആരംഭമായി കണക്കാക്കുന്നു. അപ്പൊ ക്വസ്റ്റൻ ആയല്ലോ, എന്താ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് എന്താണ്? ബാസ്റ്റിൽ ജയിൽ തകർത്ത സംഭവം. അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് എന്താണ്? അത് ബാസ്റ്റിൽ ജയിൽ തകർത്തതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷനിൽ എന്തും കാണും? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ കാണും. അതല്ല ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ല. ബാസ്റ്റിൽ ജയിൽ തകർത്തതാണ് എന്തിന്റെ ആരംഭം? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത്. ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത് ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിലാണ്. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, ഈ 3 വാക്കുകൾ നമ്മുടെ ഭരണഘടനയിൽ കാണാൻ പറ്റും. കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ഫ്രാൻസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ബാസ്റ്റിൽ ജയിൽ തകർത്തത് എന്നാണ്? 1789 ജൂലൈ മാസം 14. ഓക്കെ, ഇനി അടുത്തത് ഓഗസ്റ്റ് 12, 1789. ഓഗസ്റ്റ് 12, 1789. എന്താ സംഭവം? ദ നാഷണൽ അസംബ്ലി പാസ് ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ. ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത് ഓഗസ്റ്റ് 12, 1789. അപ്പൊ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തില്, അതായത് ഈ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തില് ആരുടെ ആശയങ്ങളാണ് പ്രതിഫലിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് റൂസോയുടെ ആശയങ്ങളാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം ഓർത്തിരിക്കുക, സോഷ്യൽ കോൺട്രാക്ട്. അപ്പൊ സോഷ്യൽ കോൺട്രാക്ട് ആരുടെ പുസ്തകമാണ് എന്ന് ചോദിച്ചാൽ അത് റൂസോയുടെ പുസ്തകമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നൊക്കെ അറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട് ആണ്. പിന്നെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്, അതും സോഷ്യൽ കോൺട്രാക്ട് ആണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ഓർത്തോണം. പോയിന്റ് ഇതാണ്, ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നത് ആശയങ്ങൾ റൂസോയുടേതാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ടിനെ പറ്റി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ, ബൈബിൾ ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട് ആണ്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചതും സോഷ്യൽ കോൺട്രാക്ട് ആണെന്നുള്ള കാര്യം ഒന്ന് കണക്ട് ചെയ്തേക്കാം. അടുത്തത് ഒക്ടോബറിൽ 1789 ഒക്ടോബർ, ആയിരക്കണക്കിന് സ്ത്രീകൾ, 1000 of women marched from Paris to the palace of Versailles. പാരീസിൽ നിന്നും വേഴ്സായിലേക്ക്, പാരീസ് നഗരത്തില് ആയിരക്കണക്കിന് സ്ത്രീകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഗീവ് us ബ്രെഡ്, ഭക്ഷണം വേണം എന്ന ഒരു മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത് 1789 ഒക്ടോബർ. അപ്പൊ 1789 ഒക്ടോബറിലാണ് വുമൺ, ആയിരക്കണക്കിന് സ്ത്രീകള്, വനിതകള് പാരീസിൽ നിന്നും വേഴ്സായി കൊട്ടാരത്തിലേക്ക് എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത്. അടുത്തത് 1792 സെപ്റ്റംബർ. ഒരു നാഷണൽ കൺവെൻഷൻ ഫോം ചെയ്യുകയും, അതായത് പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ എന്ത് ചെയ്തു? ദേ ഡിക്ലയർഡ് ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക്. The National Convention formed as per the new constitution proclaimed France as a republic 1792. അപ്പൊ 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് ഒരു നാഷണൽ കൺവെൻഷൻ തെരഞ്ഞെടുക്കപ്പെടുകയും അത് എന്തായിട്ട് ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക് ആയിട്ട് എന്ത് ചെയ്യുന്നു? പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ ഫാക്ടുകളെല്ലാം. ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് ഇട്ടോണം. PDF ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഒന്ന് എഴുതിയെടുക്കാൻ വേണം. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് റീൻ ഓഫ് ടെറർ അല്ലെങ്കിൽ ഭീകരവാഴ്ച. അതായത് ഫ്രാൻസില് ഈ പറയുന്ന റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടായ ഒരു ഭീകരവാഴ്ച, ഒരു കാലഘട്ടം, ഒരു വർഷത്തെ കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. In July 1793, a committee of public safety was constituted to control the internal affairs of France.
ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇന്റേണൽ അഫേഴ്സ്, ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പബ്ലിക് സേഫ്റ്റി കമ്മിറ്റി, ഓക്കെ, ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി എന്ത് ചെയ്തു, രൂപീകരിച്ചു. അത് ജൂലൈ 1793. ഓക്കെ, അപ്പൊ ജൂലൈ 1793 ഒരു കമ്മിറ്റി രൂപീകരിച്ചു, ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രാൻസിന്റെ ഇന്റേണൽ അഫയേഴ്സ് അല്ലെങ്കിൽ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട്. ഈ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് റോബോസ്പിയർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, റോബോസ്പിയർ ലെഡ് ദ കമ്മിറ്റി. ഈ കമ്മിറ്റി ഏത് കമ്മിറ്റിയാണ്? കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി, പൊതുസുരക്ഷാ കമ്മിറ്റി. ഇൻ വിച്ച് ലീഡേഴ്സ് ലൈക്ക് മിറാബിയു, ഡാൻറ്റൺ എക്സെട്ര വെയർ മെമ്പേഴ്സ്. ഇദ്ദേഹത്തെ കൂടാതെ മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് മിറാബിയു, ഡാൻറ്റൺ എക്സെട്ര. ഇവരെന്തായിരുന്നു ചെയ്തതെന്ന് ചോദിച്ചാല്, ശത്രുക്കൾ എന്ന് തോന്നുന്നവരെ എന്ത് ചെയ്തു? ഇവര് ഒരു ആയുധം ഉപയോഗിച്ച്, ആ ആയുധത്തിന്റെ പേര് ഓർത്തിരിക്കുക, അതാണ് ഗില്ലറ്റിൻ. ആയുധത്തിന്റെ പേരാണ് ഗില്ലറ്റിൻ. ഈ പേര് ഓർത്തിരിക്കുക. നമ്മുടെ സിലബസിനകത്ത് വരുന്ന ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മാസ് കില്ലിങ്ങിന് ഉപയോഗിക്കുന്ന ആയുധം ഏതാണെന്ന്. ഗില്ലറ്റിൻ. സ്പെല്ലിംഗ് ഓർത്തിരിക്കുക, GUILLOTINE, ഗില്ലറ്റിൻ. GUILLOTINE, ഗില്ലറ്റിൻ. ഈ ആയുധം ഉപയോഗിച്ചിട്ട് ശത്രുക്കൾ എന്ന് തോന്നിയവരെ എല്ലാം ഇവരെന്ത് ചെയ്തു? വധിച്ചു. അങ്ങനെ ഒരുപാട് നോബിൾസ്, ഉയർന്ന നോബിൾസും ക്ലർക്കിയും, അതായത് പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും ഇവരെന്ത് ചെയ്തു? ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്തു? കൊന്നൊടുക്കി. അതിൽ ഉൾപ്പെടുന്നവരാണ് ലൂയി 16 അദ്ദേഹത്തിന്റെ ഭാര്യ മേരി ആന്റോയിനറ്റ്. കണ്ടോ, അന്നത്തെ ഫ്രാൻസിന്റെ ചക്രവർത്തി ആയിരുന്ന ഫ്രഞ്ച് വിപ്ലവം നടന്നപ്പം ആ ചക്രവർത്തി ആയിരുന്ന വ്യക്തിയായിരുന്നു ലൂയി 16. അദ്ദേഹത്തിന്റെ ഭാര്യ മേരി ആന്റോയിനറ്റ്. ഇവര് രണ്ടുപേരും ഈ കൊല്ലപ്പെട്ടവരിൽ, ഗില്ലറ്റിൻ എന്ന് പറഞ്ഞ ആയുധം കൊണ്ട് വധിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ്, ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു? ഈ റോബോസ്ഫിയറിനെ എന്ത് ചെയ്തു? എക്സിക്യൂട്ട് ചെയ്തു. അദ്ദേഹവും കൊല്ലപ്പെട്ടു. ഈ കാലഘട്ടം 1793 ജൂലൈ മുതൽ 1794 ജൂലൈ വരെ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തായിരുന്നു കാലഘട്ടത്തിൽ സംഭവിച്ചത്? ശത്രുക്കൾ എന്ന് തോന്നുന്നവരെ ഈ ആയുധം വെച്ച് കൊല്ലുന്ന ആ ഒരു ടെറർ ആയിട്ടുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടമാണ് ഭീകരവാഴ്ച അല്ലെങ്കിൽ റീൻ ഓഫ് ടെറർ എന്നൊക്കെ അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഈ ആയുധത്തിനെ പറ്റിയാണ്, ഗില്ലറ്റിനെ പറ്റിയാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു ആയുധമാണ്. ഈ ഫിഗറിൽ കാണുന്നതാണ് ഈ ഗില്ലറ്റിൻ എന്ന് പറഞ്ഞ സംഭവം. കണ്ടോ, അതായത് ഒരാളെ ഇങ്ങനെ അങ്ങോട്ട് കിടത്തിയിട്ട് അയാളുടെ തല മാത്രം ഇതിനിപ്പുറത്തോട്ട് വരും. ഇതൊരു ബ്ലേഡ് ആണ്. ഈ ബ്ലേഡ് നേരെ വന്ന് ഇങ്ങോട്ട് വന്ന് വീഴും. തല മുറിച്ചങ്ങ് കളയും. തലയും ഉടലും സെപ്പറേറ്റ് ആക്കി അങ്ങ് മാറ്റും. അപ്പൊ അതിന് ഇരയായ ആളുകളെ ഒന്ന് ഓർത്തിരിക്കുക. ലൂയി 16, മേരി ആന്റോയിനറ്റ്, ആൻഡ് അവസാനം ഇതിന്റെ കമ്മിറ്റിയുടെ ഹെഡ് ആയിരുന്ന റോബോസ്ഫിയറും ഇതിന്റെ ഇരയായി. ഓക്കെ. ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് മെറ്റേണിയുടെ ഒരു പ്രസിദ്ധമായ ഉദ്ധരണിയാണ്. ഓക്കെ, മെറ്റേർണി. ഇദ്ദേഹം ഓസ്ട്രിയൻ ഭരണാധികാരിയാണ് മെറ്റേണി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വാചകമാണ് നമുക്കിനി നോക്കാനുള്ളത്. ആ വാചകം നോക്കി, വെൻ ഫ്രാൻസ് സ്നീസസ് ദ റെസ്റ്റ് ഓഫ് ദ യൂറോപ്പ് ക്യാച്ചസ് കോൾഡ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഓസ്ട്രിയൻ ഭരണാധികാരി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കോട്ട് പറഞ്ഞത്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. വെൻ ഫ്രാൻസ് സ്നീസസ് ദ റെസ്റ്റ് ഓഫ് ദ യൂറോപ്പ് ക്യാച്ചസ് കോൾഡ് എന്ന്. എന്തായിരിക്കും അതിന്റെ കാരണം? അത്രയ്ക്ക് തീവ്രമായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ. ജനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതിഷേധങ്ങൾ അത്ര സ്ട്രോങ് ആയിരുന്നു. അപ്പൊ ഇത് ഫ്രാൻസിൽ മാത്രമല്ല മറ്റുള്ള യൂറോപ്പിലേക്കും വ്യാപിക്കും എന്നൊരു ഇതിലാണ് ഇങ്ങനൊരു ഉദ്ധരണി പറഞ്ഞത്, മെറ്റേണി പറഞ്ഞത്. ഓസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റേണി പറഞ്ഞത് ഫ്രാൻസ് തുമ്മിയാൽ എന്ത് സംഭവിക്കും? യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ചൂട് ഇന്ത്യയിലും എത്തിയിട്ടുണ്ടായിരുന്നു. എന്താ, ഇവിടെ നമ്മളെ ഫ്രഞ്ച് വിപ്ലവം ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ. അദ്ദേഹം എന്താ ചെയ്തേ? ഹി അഡോപ്റ്റഡ് ദ നെയിം സിറ്റിസൺ ടിപ്പു.
ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ തുടർന്ന് ടിപ്പു സുൽത്താൻ സ്വീകരിച്ച പേരാണ് എന്ത്? സിറ്റിസൺ ടിപ്പു, പൗരനായ ടിപ്പു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ആൻഡ് ഹി പ്ലാന്റഡ് ദ ട്രീ ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിന്റെ മരം. ഓക്കെ, സ്വാതന്ത്ര്യത്തിന്റെ മരം, ട്രീ ഓഫ് ലിബർട്ടി. എവിടെയാണ്? അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ആയ ശ്രീരംഗപട്ടണത്ത്. അതേപോലെ ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ എന്ത് ചെയ്തു? അംഗത്വവും എടുത്തു. ഇത് സ്റ്റാർ മാർക്ക് ഇട്ട് പഠിക്കുക. കാരണം വിഒ പരീക്ഷയ്ക്ക് അതേപോലെ തന്നെ അത് കഴിഞ്ഞ് നടന്ന ഒരു 2 പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് ട്രീ ഓഫ് ലിബർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗത്വം എടുക്കുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? അത് ടിപ്പു സുൽത്താൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിൽ പഠിക്കേണ്ടത് നെപ്പോളിയനെ പറ്റിയാണ്. നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്ന് അറിയപ്പെടുന്ന വ്യക്തി, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, ദ ചൈൽഡ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് നെപ്പോളിയൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായിട്ട് എന്ത് ചെയ്തു? ഒരു യൂറോപ്യൻ സഖ്യം രൂപീകരിക്കപ്പെട്ടു. അപ്പൊ ആ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ആര്? നെപ്പോളിയൻ എന്ന് പറയുന്നത്. ഹി സീസ് ദ പവർ ഇൻ ഫ്രാൻസ് ഇൻ 1799. നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത വർഷമാണ് 1799. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് ആണ്. ഇദ്ദേഹത്തിന് കുറെ ഐഡിയോളജീസ്, ഫ്രാൻസിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഹി ഫോംഡ് സിങ്കിങ് ഫണ്ട് വിത്ത് എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ്. പൊതുകടം ഇല്ലാതാക്കാനായിട്ട് സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു ഫണ്ട് രൂപീകരിച്ചു. ആര്? നെപ്പോളിയൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോംഡ് സിങ്കിങ് ഫണ്ട് വിത്ത് ദ എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ്. പൊതുകടം, പബ്ലിക് ഡെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പൊതുകടം, അത് അവോയ്ഡ് ചെയ്യാനായിട്ട് സിങ്കിങ് ഫണ്ട് എന്നൊരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചത് നെപ്പോളിയൻ ആണ്. അതേപോലെ ബാങ്ക് ഓഫ് ഫ്രാൻസ്, ഹി എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ് ഫിനാൻസ്. ബാങ്ക് ഓഫ് ഫ്രാൻസിന്റെ ഫ്രാൻസ് സ്ഥാപിച്ചത് ആരാണ്? നെപ്പോളിയൻ ആണ്. ഓക്കെ, ഇനി ഈ നെപ്പോളിയൻ എന്ത് ചെയ്തു? സഖ്യസൈന്യത്തോട് പരാജയപ്പെടുകയും അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു. The Napoleon was defeated by the European alliance in the Battle of Waterloo. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്. ഏത് യുദ്ധത്തിലാണ് നെപ്പോളിയൻ യൂറോപ്പിലെ അല്ലെങ്കിൽ സഖ്യസൈന്യവുമായിട്ട് പരാജയപ്പെട്ടത്? അത് വാട്ടർലൂ യുദ്ധം, ബാറ്റിൽ ഓഫ് വാട്ടർലൂ. ആൻഡ് ഹി ലോസ് ഹിസ് പവർ ഇൻ ദ ഇയർ 1815, in 1815. ഓക്കെ, അപ്പം വാട്ടർലൂ യുദ്ധം നടന്ന വർഷം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. 1815 ആണ് വാട്ടർലൂ യുദ്ധം നടന്ന വർഷം. ഓക്കെ, ഇദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിയത് ആർതർ വെല്ലസ്ലി ആണ്. ദ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന ആർതർ വെല്ലസ്ലി ആണ് ആരെ പരാജയപ്പെടുത്തുന്നത്? നെപ്പോളിയനെ പരാജയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഏതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക? ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചെടുക്കുക. ഓക്കെ, ഇതുപോലുള്ള ക്വാളിറ്റി കണ്ടന്റ് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്